പ്രസവിച്ച് പുറത്തിറങ്ങുന്ന ഉമ്മ അതാ വീട് കൂട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് തന്റെ ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്, മക്കൾ കിടക്കുന്നുണ്ട്, സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ കിടക്കുന്നുണ്ട്. അവരെ സുബഹിക്ക് വിളിക്കാൻ ഉമ്മ തയ്യാറാകുന്നില്ല. ഉമ്മ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ കിടന്നുറങ്ങുന്ന മക്കളെ വിളിക്കാൻ ഉമ്മ തയ്യാറാകുന്നില്ല. ഈ ഒരു അവസ്ഥ വന്നാൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ മാത്രം നിങ്ങളുടെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചത് കൊണ്ടായില്ല, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്നതെന്താണ്? വാഹിനീക്കും നിങ്ങളുടെ കുടുംബത്തിനെ കൂടി നിങ്ങൾ സംരക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബത്തിനെ കൂടി നിങ്ങൾ സംരക്ഷിക്കണേ. നിങ്ങളുടെ കുടുംബത്തിനെ നരകത്തിനെ തൊട്ടിക്കാക്കേണ്ട ചുമതല ആർക്കാൻ? നിങ്ങൾക്ക് തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നാളെ പാരത്രികമായ ലോകത്ത് അതാ നന്മകൾ മാത്രം പ്രവർത്തിച്ച മനുഷ്യൻ, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിച്ച മനുഷ്യൻ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ടുവരികയാണ് പടച്ചറപ്പിന്റെ കോടതിയിൽ വെച്ച്. അവന്റെ നന്മതിന്മകളെല്ലാം തുലനം ചെയ്തു. ഒരൊറ്റ തെറ്റുപോലും കാണുന്നില്ല, ഒരൊറ്റ തെറ്റുപോലും അവന്റെ അക്കൗണ്ടിലില്ല. പടച്ചറപ്പ് പറയുകയാണ്, സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോയിക്കോളൂ. സ്വർഗത്തിന്റെ സംരക്ഷകരായ മലക്കുകൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് അവന്റെ കരം പിടിച്ചുകൊണ്ട് നടന്നെടുക്കുന്ന സമയത്ത് പിന്നിൽ നിന്നൊരു വിളിയാളം കേൾക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാ ഒരുപാട് ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്ത ഉമ്മയെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിലേക്ക്. ആ സമയത്തതാ പിന്നിൽ നിന്നൊരു വിളിയാളം കേൾക്കുന്നു, അല്ലാഹ്, ഈ കൊണ്ടുപോകുന്നതെന്റെ പിതാവാണ് റബ്ബേ, ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്റെ മാതാവിനെയാണ് അല്ലാഹ്. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് എത്ര വലിയ തണുപ്പുള്ള രാത്രിയാണെങ്കിലും ഉളൂ ചെയ്തുകൊണ്ട് തഹജ്ജുദിന് കൃത്യമായി എഴുന്നേൽക്കുന്ന ഉമ്മയാണ് റബ്ബേ. എന്റെ ഉമ്മ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ അല്ലാഹ്. ഇവിടെ ഒരു പാപി നിൽക്കുന്നുണ്ട്. ആ ഉമ്മ കാരണം നരകത്തിന്റെ അവകാശിയായ മകനാണ് ഞാൻ. ആ ഉപ്പ കാരണം നരകത്തിന്റെ അവകാശിയായി തീർന്ന മകളാണു ഞാൻ. കാരണം എന്താണ്? ഉപ്പ വലിയ ഹാജിയാരാണ്, പള്ളിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് യതീമീങ്ങളെ സംരക്ഷിക്കുന്നവനാണ്. ഇന്നുവരെ മകനായ എന്റെ കരം പിടിച്ചിട്ട് മോനെ പള്ളിയിലേക്കൊന്നുവാടാ, ആലിമീങ്ങളെ നീ സ്നേഹിക്കണം മോനെ, ഉലമാക്കളെ നീ ബഹുമാനിക്കണം മോനെ. നിന്റെ ചുറ്റുഭാഗത്തുമുള്ള ആളുകളെ കുറിച്ച് നിന്റെ നാവുകൊണ്ട് ഗീബത്ത് പറയല്ല. ധനമില്ലാത്ത പാവപ്പെട്ട ആളുകളെ നീ നിസാരരാക്കി കാണല്ല. കാരണം ഇതൊക്കെ നിനക്ക് തന്നതും അവർക്ക് അങ്ങനെ നൽകിയതും യജമാനനായ റബ്ബാണ്. വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എത്ര വലിയ നിഅമത്ത് നൽകുന്നവരും നിഅമത്ത് നൽകപ്പെട്ടവരും കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. റബ്ബ് തന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു കോടതി വരാനുണ്ട്. വലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ സമയത്താണ് കണ്ണില്ലാത്ത ആളുകളുടെ പവർ അറിയുന്നത്. ആ സമയത്താണ് സംസാരിക്കാൻ കഴിയില്ലാത്തവന്റെ വിലയറിയുന്നത്. അപ്പോഴാണ് യജമാനനായ റബ്ബിന്റെ അരികിൽ അവർക്കുള്ള സ്ഥാനമാനങ്ങൾ അറിയുന്നത്.
കാരണമെന്താണ്? ദുനിയാവിൽ അവഗണിക്കപ്പെട്ടവനാണ്, കാഴ്ചയില്ല എന്നതിന്റെ പേരിൽ അന്ധനെന്ന് വിളിക്കപ്പെട്ടവനാണ്, ഊമയെന്ന് വിളിച്ചോ സംസാരിക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ വിളിച്ചവരോ അല്ലാഹു നൽകിയ അവയവമായ നാവുകൊണ്ട് ആലിമീങ്ങളെ തെറി വിളിച്ചവനോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ നാവാണ് എന്ന് ചിന്തിക്കാതെ അയൽവാസിയത്തോ നിവാസം പറഞ്ഞവൻ, രാഷ്ട്രീയത്തിന്റെ കൊടി പിടിച്ചുകൊണ്ട് എതിർച്ചേരിയിലുള്ള രാഷ്ട്രീയക്കാരെ തെറിയഭിഷേകം നടത്തിയവൻ, അവനാണ് വിളിക്കുന്നത്. നാവില്ലാത്തവനെ ഊമയെന്ന് പൊട്ടനെന്ന് അവനെയും അവരെയും കൊണ്ടുവരുന്നു റബ്ബ് നാളെ പാരത്രികമായ കോടതിയിൽ വെച്ച്. ആ സമയത്താണ് നാവില്ലാത്തവൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, നീ എനിക്ക് നാവ് തരാത്തതുകൊണ്ട് ഒരാളെയും ഞാൻ തെറി വിളിച്ചിട്ടില്ല, നീ എനിക്ക് നാവ് തരാത്തതുകൊണ്ട് ഒരാളെയും ഞാൻ തെറിയഭിഷേകം നടത്തിയിട്ടില്ല, ആലിമീങ്ങളെ ധിക്കരിച്ചിട്ടില്ല, ഗ്രൂപ്പ് പറഞ്ഞ് തങ്ങന്മാരെ തെറിയഭിഷേകം നടത്തിയിട്ടില്ല. കാരണം എന്താണ്? എനിക്ക് നാവില്ലല്ലോ. ആ സമയത്താണ് അവരുടെ വിലയറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ മക്കളെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ഉപ്പ പറയാത്ത കാരണം കൊണ്ട്, സൽക്കർമ്മങ്ങളിൽ പ്രോത്സാഹിപ്പിക്കാത്ത കാരണം കൊണ്ട് മകൻ വടക്കായി പോയെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അവന്റെ മാതാപിതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നത്, സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ വളരെയധികം സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന പ്രിയപ്പെട്ട പിതാവിനെ പിന്നിൽ നിന്ന് മകൻ വിടുകയാണ്. യജമാനായ റബ്ബിനോട് പറയുന്നു, റബ്ബേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണിത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണിത്, എന്റെ ഉപ്പയെയും ഉമ്മയെയും നിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് മൂടപ്പെട്ട നിറക്കപ്പെട്ട സ്വർഗത്തിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല റഹ്മാനേ. കാരണം എന്താണ്? ആ ഉപ്പ കാരണം ഞാൻ വടക്കായി പോയി. ഇന്നുവരെ എന്നോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ല, ഇന്നുവരെ എന്നോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടില്ല, ഇന്നുവരെ എന്നോട് ദാനധർമ്മങ്ങളിൽ മുഴുകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആലിമീങ്ങളെ വിമർശിക്കാറുണ്ട്, ഉലമാക്കളെ തെറിവിളിക്കാറുണ്ട്, ഞാൻ മോഷണം നടത്താറുണ്ട്, വ്യഭിചരിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം കാണുന്ന അറിയുന്ന എന്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, മോനെ നീ ചെയ്യുന്നത് തോന്നിവാസവാ, മോനെ നീ ചെയ്യുന്നത് അതേ മോശമായ പ്രവർത്തനമാണ്, ഉപ്പ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഒരുപാട് ഉപ്പമാർ സുബ്ഹാനല്ലാഹ് നമ്മുടെ പള്ളികളിൽ ചെറിയ മക്കളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, മോനെ ഇന്നാലിന്റെ രീതി നീ ഇവിടെ ഇടപഴകണം. വെള്ളിയാഴ്ചകളിൽ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമസ്കാരവും കഴിഞ്ഞുകൊണ്ട് ചെറിയ മക്കളുടെ കരം പിടിച്ചുകൊണ്ട് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി ഓരോ ഖബറുകളും ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ്, മോനെ നിന്റെ വല്ലിപ്പയുടെ ഖബറാണ്, ഇവിടെ നിന്നുകൊണ്ട് നീ ഒരു ഫാത്തിഹ ഓതിയാൽ ആ ഖബറിന്റെ അകത്തളത്തിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട വല്ലിപ്പ, അതല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബാദികൾ, അവർക്ക് നീ ഒരു ഫാത്തിഹ ഇവിടെ നിന്ന് ഓതി നീ ഒന്ന് ഹദിയ ചെയ്താൽ മോനെ അത് നിന്റെ അവരുടെ ഖബറിലേക്ക് സന്തോഷമാണ്. പറയാൻ ഉപ്പ തയ്യാറാകുന്നില്ല എങ്കിൽ ആ ഉപ്പ മരിച്ചാൽ മകൻ വരുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം. നിങ്ങൾ നോക്കൂ, ഇനി സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന തോവെള്ള വസ്ത്രധാരികളായ മുതഅല്ലിമീങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ മക്കളെ പോലെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന് കളിച്ചുല്ലസിച്ച മക്കളാണ്. എന്നാൽ ഇന്നവരുടെ സ്ഥാനം നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതിലും വലിയ സ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? മുൻപുള്ള പ്രഭാഷണങ്ങളിൽ നമ്മളെ ഉണർത്തുന്നു, സമുദ്രത്തിന്റെ താഴെത്തട്ടിലുള്ള മത്സ്യങ്ങൾ പോലും മുതഅല്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടി സദാ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ മഹത്വം വേറെ ആർക്കാണ് ലഭിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ദീനിയായ ചൈതന്യമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ നാട്ടിൽ ഉള്ള മുതഅല്ലിമീങ്ങളാണ്.
അല്ലാഹു ഖറവിയായ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, നാടുകളിൽ വരുന്ന മുസീബത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ തടുക്കും. ഒരു മുതഅല്ലിം അവിടെ ഉണ്ടെങ്കിൽ, ഒരു ഖബർസ്ഥാനിലുള്ള ഒരു മുതഅല്ലിമായ ഒരു ചെറിയ കുട്ടി 1 വർഷമായിട്ടില്ല അവൻ ഓതി പഠിക്കാൻ തുടങ്ങിയിട്ട്, അത്രയധികം ചെറിയ ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നാൽ അവൻ നടക്കുന്നതിന്റെ പരിസരത്തുള്ള ഖബർവാസികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നാടിനെ ഒരുപാട് ദീനീ ചൈതന്യമുള്ള നാടാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മക്കൾ വളർന്നു വരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് പറയാനും പഠിപ്പിച്ചു കൊടുക്കാനും പ്രാപ്തരായ മക്കൾ നമ്മുടെ നാട്ടിലുള്ളത് ഏറ്റവും വലിയ ചൈതന്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈ മക്കൾക്കെല്ലാം ഉസ്രവിയായ ആലിമീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബറക്കത്ത് ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരൊക്കെ ഈ സംഘടനയിലൂടെ വളർന്നു വന്ന ആളുകളാണ്. നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. പക്ഷേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ്? ഇവിടെ ആരെയും ചീത്ത പറയാൻ പഠിപ്പിക്കുന്നില്ല. എതിർ കക്ഷിയിലുള്ള ആളുകളെ സഹോദരമായ ശൈലിയിൽ നിങ്ങൾ ആക്ഷേപിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ആലിമീങ്ങൾ മുഴുവൻ ആലിമീങ്ങളാണ്, സയ്യിദന്മാർ മുഴുവൻ സയ്യിദന്മാരാണ്. അവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട തങ്ങന്മാർ അവരേത് ശൈലിയിലായിരുന്നാലും അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനം നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം സൂഫി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാണ്. രണ്ടുപേരുടെ പേര് കേൾക്കുമ്പോഴും നമ്മൾ തർളികത്ത് കൊള്ളുന്നുണ്ട്. റളിയല്ലാഹു അൻഹു. ഇമാം സുബുക്കി തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഇമാം സൂഫി തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും ഒരു മുസ്ലിമായ മനുഷ്യൻ തർളിയത്ത് കൊള്ളുന്നുണ്ട്. എന്നാൽ അവരുടെ ജീവിതകാലത്ത് ഒരുപാട് മസ്അലകളുടെ പേരിൽ തർക്കങ്ങളുണ്ടായിരുന്നു. ഇമാം സുബുക്കി തങ്ങളും സൂഫി തങ്ങളും ഒരുപാട് മസ്അലകളുടെ പേരിൽ പരസ്പരം തർക്കങ്ങളുണ്ടായിരുന്നു. ഒരുപാട് അതിന്റെ പേരിൽ കോലാഹലങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ സുബുക്കി ഇമാമിന്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞ് സൂഫി ഇമാമിനെ തെറിവിളിച്ചവന്റെ അവസ്ഥ എന്താണ്? സൂഫി ഇമാമിന്റെ ആളാണ് ഞാനെന്ന് പറഞ്ഞ് സുബുക്കി തങ്ങളെ തെറിവിളിച്ചവന്റെ അവസ്ഥ എന്താണ്? അവരിപ്പോ കബറിൽ കിടന്ന് നിലവിളിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളൊക്കെ ആലിമീങ്ങളാണ്, സയ്യിദന്മാരൊക്കെ സയ്യിദന്മാരാണ്. നേതാക്കന്മാർ തമ്മിൽ, പണ്ഡിതന്മാർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതവർ തിരിച്ചുകൊള്ളട്ടെ. സാധികളായ നമ്മളത് ഇടപെടേണ്ടതില്ല. അതിന്റെ പേരിൽ ഒരൊറ്റ ആലിമിനെയും നമ്മൾ ചീത്ത വിളിക്കേണ്ടതില്ല. അതിന്റെ പേരിൽ ഒരാളിനും നമ്മൾ തെറി വിളിക്കേണ്ടതില്ല, വെല്ലുവിളി നടത്തേണ്ടതില്ല. കാരണം എന്താണ്? ഇതൊക്കെ മുൻപ് കഴിഞ്ഞതാണ്. മഹാന്മാരായ ആലിമീങ്ങളുടെ തമ്മിൽ മുജ്തഹിദിന്റെ ഇമാമിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുണ്ട്. പല മസ്അലകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ആളാണ്, ഷാഫി ഇമാം അങ്ങനത്തെ ആളാണ്? ആരും പറയാറില്ല. ആലിമീങ്ങൾക്ക് അതിന്റെ സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കിയ ആളുകളാണ് പൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഓരോ ആലിമിനെയും നമ്മുടെ നാം കൊണ്ട് ചീത്ത വിളിച്ചുകൂടാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിലെ ഒരു ആലിം എന്ന് പറഞ്ഞാൽ ബനീ ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യമാണ്. അതേത് ശരിയിലെ ആലിമാണെങ്കിലും ശരി. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കളെന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചറിയണ്ടേ നമ്മൾ? പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് പോലും വ്യക്തമായി തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ കഴിയാത്ത സാധുക്കളായ പാമരന്മാരായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം എത്രയോ ഉലമാക്കൾക്ക്, എത്രയോ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകി
എത്രയോ അനാഥ മക്കളെ പൂർണ്ണമായ ചെലവുകൾ കൊടുത്ത് പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉമ്മമാരുടെ അരികിൽ നിന്ന് കുഞ്ഞുമക്കളെ അടർത്തിയെടുക്കുന്ന വിഷമം കൊണ്ട് അവരുടെ വീട്ടിൽ വെച്ച്, അവരുടെ സ്വന്തം വീട്ടിൽ വെച്ച്, ഉമ്മയുടെ അരികിൽ വെച്ച് അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ട് ഓരോ മാസവും കറക്റ്റ് ചെലവിന് പൈസ അയച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്ക് ഒരാളെയും വിമർശിക്കാനുള്ള അധികാരമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരെങ്കിലും എവിടെ നിന്നോ കേട്ടു വിളമ്പുന്ന ഏതെങ്കിലും ചായക്കടകളിലും ചട്ടിപ്പുരകളിലും മാത്രം വിളമ്പുന്ന അസഭ്യങ്ങളല്ല ഞാനും നിങ്ങളും കേൾക്കേണ്ടത്. മറിച്ച് അതിനപ്പുറം നമുക്ക് കേൾക്കാൻ ഒരുപാടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. റമളാനിന് മുൻപ് ആത്മീയമായി ചൈതന്യം ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിംമാരും നെഞ്ചോട് ചേർത്ത് വെച്ചെടുക്കേണ്ട ഒരു പ്രതിജ്ഞയുണ്ട്. എന്റെ നാവുകൊണ്ട് ഒരൊറ്റ ആലിമിനെയും ഞാൻ വിമർശിക്കില്ല. ആലിമെന്നല്ല, സാധാരണക്കാരനെ പോലും വിമർശിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ആലിമിന്റെ കഥ പറയാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഏത് സമയത്തും നമ്മളെ തേടിയെത്തുന്ന ഒരു മരണമുണ്ട്. നമ്മളെപ്പോഴും അത് ഓർക്കണം. ഞാൻ ഒരാളെ ആക്ഷേപിക്കുമ്പോൾ പഠിച്ചോനെ, ഈ സദസ്സിൽ വെച്ച് ആലിമീങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു മജ്‌ലിസിൽ വെച്ച് ഞാനെങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ അവസ്ഥ എന്താണ്? നമ്മൾ തിരിച്ചറിയണം. നമ്മളെപ്പോഴും ചിന്തിക്കണ്ടേ, മരിക്കൂലേ നമ്മൾ? മരിക്കില്ലേ നമ്മൾ? നമ്മുടെ വീട്ടിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. നമ്മുടെ വീട്ടിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. ഞാനിവിടെ ഒരുപാട് കാലം ജീവിക്കുമെന്ന് എനിക്ക് ഗ്യാരണ്ടിയില്ല. ഞാൻ ഈ സംസാരിച്ച് ഇത് മുഴുവിക്കുമോ എനിക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അചഞ്ചലമായ വിധി എപ്പോഴാണ് കടന്നു വരുന്നത്, ഏത് മജ്‌ലിസിൽ വെച്ചുകൊണ്ടാണ്, ഏത് സദസ്സിൽ വെച്ചുകൊണ്ടാണ്, ഏത് ദിവസത്തിലാണ്, എനിക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കണ്ടേ? തോന്നിവാസങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കും എന്നൊരു ചിന്ത നമുക്ക് വേണം. അല്ലാഹു അതേ തരട്ടെ. ഞാൻ പറയുന്നത് വിശുദ്ധമായ റമളാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞരുളിയ മാസമാണ്. എത്ര പറഞ്ഞാലും ആ റമളാനിന്റെ പവിത്രത പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ റമളാനിലേക്ക് കടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ പറഞ്ഞത് ഒന്നാമതായി നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമതായി നമ്മുടെ ചെയ്തികളെ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മഹാന്മാരായ ആളുകൾ അവരൊക്കെ ജീവിതം ചെലവഴിച്ചത് വളരെ സൂക്ഷ്മമായിട്ടാണ്. കിതാബുകളിൽ കാണാം. ഒരു വലിയ സൂഫി വര്യനായ മനുഷ്യന്റെ അരികിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇന്നാലിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്റെ അരികിൽ വന്നുകൊണ്ട് ഈ വിഷയം പറഞ്ഞത് എനിക്ക് തൃപ്തിയുണ്ടോ? ഇല്ല. എങ്കിൽ എന്നോട് പറയണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ ജീവിച്ച ആളുകളാണ് മഹാന്മാരായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുമായുള്ള ബന്ധം നമുക്ക് കേട്ടിത്തരട്ടെ. ഏത് സമയത്തും ആ ചിന്ത വേണം. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന ബോധം വേണം. മഹാന്മാരായ ആളുകൾ പാടി തസവ്വദ് ഖരീനം മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബരി മാ കാന യഅമലു തസവ്വദ് ഖരീനൻ. നീ ദുനിയാവിൽ കൂട്ടുകാരനാക്കേണ്ടത്, നീ ദുനിയാവിൽ നിന്റെ മിത്രമാക്കേണ്ടത്, നീ ദുനിയാവിൽ കൂട്ടുകൂടേണ്ടത് ആരോടാണെന്നറിയുമോ? അതേ, ഇവനോട് കൂട്ടുകൂടിയാൽ എനിക്ക് സാമ്പത്തികമായ ലാഭമുണ്ടാകും, അവനോട് കൂട്ടുകൂടിയാൽ എന്റെ ജീവിതം സുഭിക്ഷമായി കഴിയും. അങ്ങനെയുള്ള നിലക്കല്ല എന്റെ കൂട്ടുകൂട്. തസവ്വദ് ഖരീനം മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബരി മാ കാന യഅമലു. എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും ഒറ്റപ്പെടുന്ന സമയത്ത് അവൻ എന്റെ കൂടെ വരുന്നില്ലല്ലോ. ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. ഖബറിന്റെ അകത്തളത്തിൽ ഞാൻ ഒറ്റക്കാണല്ലോ. ആ ഖബറിന്റെ അകത്തളത്തിൽ ഞാൻ ഒറ്റപ്പെടുന്ന സമയത്ത് അതേ തോളിൽ കൈയിട്ട് സിനിമക്ക് പോയ കൂട്ടുകാരൻ അവൻ എന്റെ ഖബറിൽ വരുന്നില്ലല്ലോ. ഒരുപാട് അതേ ടൂർണമെന്റുകൾക്കും ഫൈനലുകൾക്കും എന്റെ
അതുകൊണ്ട് എന്റെ കൂടെ വന്ന കൂട്ടുകാരൻ എന്റെ ഖബറിൽ അവൻ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂട്ടുകാരനാക്കേണ്ട ഒരു കൂട്ടുകാരനുണ്ട്. തസവ്വദു ഖരീനം മിൻ ഫിആലിക ഇന്നമാ ഖരീനുൽ ഫതാ ഫിൽ ഖബരി മാ കാന യഅമലു. ആ കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? മോനെ, നിന്റെ സ്വാലിഹീങ്ങളായ കൂട്ടുകാർക്ക് പുറമെ നീ കൂട്ടുകാരനാക്കേണ്ട ഒരു കൂട്ടുകാരനുണ്ട്. എന്താണ് ആ കൂട്ടുകാരൻ? ദുനിയാവിൽ നിന്റെ പ്രവർത്തനങ്ങളാണ്, നല്ല നല്ല പ്രവർത്തനങ്ങളാണ്, ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി ചിരിക്കൽ പോലും സ്വതക്കയാണ്. മഹാന്മാരായ ആളുകളെ പഠിപ്പിക്കുകയാണ്, ഒരു സഹോദരന്റെ മുഖത്ത് നല്ലൊരു മനസ്സോടെ നോക്കിയാൽ അത് സ്വതക്കയാണ്. ഇങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ നീ കൂട്ടുകാരനാക്കിക്കോ. കാരണം എന്താണ്? നിന്റെ ഖബറിൽ വരുന്ന കൂട്ടുകാരൻ, നിന്റെ സ്വാലിഹീങ്ങളായ കൂട്ടുകാർ, അവർ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പുറമെ നിന്റെ കൂട്ടുകാരൻ നീ ചെയ്യുന്ന അമലുകളാണ്, നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്, നീ കൊടുത്ത അതേ സകാത്തുകളും സ്വതക്കകളുമാണ്. ആ കൂട്ടുകാരനെ നീ തെരഞ്ഞെടുത്തോ. കാരണം എന്താണ്? അതേ നീ കൂട്ടുകാരനാക്കേണ്ടത് നല്ല നല്ല പ്രവർത്തനങ്ങളെയാണ്. കാരണം അലാ ഇന്നമൽ ഇൻസാനു വൈഫുൽ അഹ്ലിഹി യുഖീമു ഖലീലൻ അൻദഹും സുമ്മ യർഹലൂ. ഓരോ മനുഷ്യനും പറന്നു വീഴുന്നത് അവന്റെ മാതാപിതാക്കൾക്കൊരു അതിഥിയായിട്ടാണ്. ഞാൻ ഈ ഭൂമി ലോകത്ത് 23 വർഷങ്ങൾക്ക് മുൻപ് പിറന്നു വീണത് എന്റെ ഉമ്മയ്ക്കും ഒരു അതിഥിയായിട്ടാണ്. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് പുതിയ ഒരു അതിഥി, അത് മാത്രമാണ് ഞാൻ. അതിഥികൾ സാധാരണ വീട്ടിലെല്ലാ ടൈമിലും താമസിക്കാറില്ല. അതിഥികൾ പൂർണ്ണമായി ഒരു വീട്ടിൽ താമസിക്കാറില്ല. അലാ ഇന്നമൽ ഇൻസാനു വൈഫുൽ അഹ്ലിഹി യുഖീമു ഖലീലൻ ഇൻദഹും സുമ്മ യർഹലൂ. എന്റെ മാതാപിതാക്കൾക്ക് അതിഥിയായി ഭൂമിയിലേക്ക് കടന്നു വന്ന ഞാൻ, അതാ വീട്ടിൽ വന്ന അതിഥി തിരിച്ചു പോകും പോലെ ഒരു യാത്ര പോകേണ്ടതുണ്ട്. ആ യാത്രയെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. കുറഞ്ഞ ഒരു ജീവിതം ഈ ദുനിയാവിൽ ജീവിച്ച് ഞാനൊരു യാത്ര പോകേണ്ടതുണ്ട്. അതെന്റെ മരണത്തിന്റെ അകലെ എത്ര വലിയ പ്ലാൻ ചെയ്ത മുതലാളിയോ, എത്ര വലിയ സന്തോഷത്തോടെ കിടന്നിറങ്ങുന്ന പിതാവും, എത്ര വലിയ ആഹ്ലാദത്തോടെ ജീവിക്കുന്നവരും എല്ലാ സന്തോഷവും മുറിച്ചു കളഞ്ഞ് എല്ലാ പ്ലാനിങ്ങും തകർത്ത് തരിപ്പണമാക്കി അവൻ യാത്ര പോകേണ്ടുന്ന ഒരു സമയമുണ്ട്. അതാ തന്റെ പ്രിയപ്പെട്ട മകൾ, അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തെരഞ്ഞു നടക്കുന്ന ഉപ്പ. ഒരുപാട് സ്ഥലങ്ങൾ എന്റെ മകൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവളാണ്, ഒരുപാട് സൗന്ദര്യമുള്ളവളാണ്, ഒരുപാട് സൽഗുണ സമ്പന്നതയെ കൊണ്ട് നിറഞ്ഞവളാണ്. അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ തെരഞ്ഞു പിടിക്കൽ ഉപ്പ എന്ന നിലക്കെന്റെ കടമയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഒരു ഉപ്പ അതാ ഒരുപാട് ചെറുപ്പക്കാരെ കാണുകയാണ്. പക്ഷേ മകളുടെ സൗന്ദര്യത്തിനോട് അനുയോജ്യനായ ഒരു ഭർത്താവിനെ കാണുന്നില്ല. അവസാനം തെരഞ്ഞു പിടിച്ചവസാനം എന്തുകൊണ്ടും തന്റെ മകൾക്ക് അനുയോജിച്ച ഒരു ഭർത്താവിനെ കണ്ടെത്തിയിട്ട് വല്ലാത്ത സന്തോഷത്തോടെ അതാ തന്റെ മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം ഒരുപാട് ചാരിതാർത്ഥ്യത്തോടെ കിടന്നുറങ്ങുന്ന പിതാവ് പിറ്റേ ദിവസം മരുമകന്റെ നിക്കാഹിന് കൈപിടിക്കാൻ ആളുകൾ വന്ന് രാവിലെ തന്നെ കുളിക്കാൻ വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല.
പടച്ചെറുപ്പിന്റെ വിധി വന്നപ്പോ ആ പിതാവ് യാത്രയാകുന്നു. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മകളോട് പോലും യാത്രയോ ചോദിക്കാൻ ആ പിതാവിന് കഴിയുന്നില്ല. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭാര്യയോട് യാത്ര പറയാൻ അവന് കഴിയുന്നില്ല. ഉറ്റമിത്രങ്ങളോട് യാത്ര പറയാൻ അവന് കഴിയുന്നില്ല. ഇങ്ങനൊരവസ്ഥ വരാനുണ്ട്. ഏത് സമയത്തും ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് മഹാന്മാര് പറഞ്ഞത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏത് സമയത്തും മരിക്കുമെന്ന ചിന്ത എനിക്ക് വേണം. എന്തു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തും പടച്ചവനെ ഞാൻ മരിക്കുമല്ലോ. വീട്ടിലുള്ള കലണ്ടറിലേക്ക് കണ്ണോടിക്കുമ്പോ പടച്ചവനെ കലണ്ടറിന്റെ അകത്തളത്തിൽ എന്റെ മരണത്തിന്റെ സമയം എഴുതി വച്ചിട്ടുണ്ടോ? പെരുന്നാള് പ്രമാണിച്ച് നീതിയിലും മോടിയിലും കൽപ്പകയിലും ഡ്രസ്സെടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. എക്സ്പ്രൻസിലേക്ക് കയറുമ്പോ ചിന്തിക്കണേ പടച്ചവനെ, ഈ ടെക്സ്റ്റൈൽസിന്റെ അകത്തളത്തിൽ എന്റെ കഫൻ പുടവ വന്നിട്ടുണ്ടല്ലോ. അവസാനമായി വിശാലമായ ഒരു യാത്ര ഞാൻ ചെയ്യുമ്പോൾ ധരിക്കേണ്ടുന്ന വസ്ത്രം ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ അടിച്ച് പൊളിച്ച് ഇസ്ത്രീയിട്ട വസ്ത്രം ധരിച്ച് നടക്കുന്ന എന്റെ വില കുറഞ്ഞ 3 കഷ്ണം തുണിയിൽ പൊതിയുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തെന്റെ ഉമ്മ പറയുന്നില്ലല്ലോ, എന്റെ മകൻ പുറത്തിറങ്ങുമ്പോ ഇസ്ത്രീയിട്ട വസ്ത്രം ധരിച്ചിട്ടാണ് നടക്കാറ്, ചുക്കിച്ചൊളിയാത്ത വസ്ത്രം ധരിച്ചിട്ടാണ് നടക്കാറ്. എന്റെ മകൻ അവസാന യാത്ര ചെയ്യുമ്പോ അവന്റെ കഫൻ പുടവ കൊണ്ട് ഇസ്ത്രീയിട്ട് കൊടുക്കുമോ? എന്റെ ഉമ്മ പറയുന്നില്ല, എന്റെ ഉപ്പ പറയുന്നില്ല. 23 വയസ്സുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതാ ഓർമ്മ വെച്ച നാള് മുതൽക്ക് ഒരാളെയും കാണിക്കാതെ സുന്ദരമായ ബാത്റൂമിന്റെ അകത്തളത്തിൽ നിന്ന് കുളിച്ച ഞാൻ, ആരെയും കാണിക്കാതെ സ്വകാര്യമായി കുളിച്ച ഞാൻ, രഹസ്യമായി സൂക്ഷിച്ച എന്റെ അവയവങ്ങൾ മുഴുവൻ അതാ എന്റെ വയ്യത്ത് ഒളിപ്പിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ പുറത്തൊരു ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിലെന്നെ വളർത്തി കിടത്തിയിട്ട് അതാ ചുറ്റുമെന്റെ കൂട്ടുകാര് നിൽക്കുന്നു, ബന്ധുക്കൾ നിൽക്കുന്നു, വേണ്ടപ്പെട്ടവർ മുഴുവൻ നിൽക്കുന്നു. എന്റെ തുണി ഉരിഞ്ഞു പോകുന്നു. നാളിതുവരെ രഹസ്യമായി സൂക്ഷിച്ച എന്റെ അവയവങ്ങൾ അതാ മറ്റുള്ള ജനങ്ങൾ കാണുന്നു. ചിന്തിക്കേണ്ടതല്ലേ? എത്രയോ പള്ളികളുടെ മിഹ്റാബിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നാളെ എന്നെ നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കില്ലേ? അതാ കഫൻ തുണി പൊടിഞ്ഞ് എന്നെ ആ പള്ളിയുടെ അകത്തളത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ പള്ളിയിലെ ഖതീബ് വിളിച്ചു പറയില്ലേ, ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടു. ഖതീബ് അവിടെ നിന്ന് വിളിച്ചു പറയില്ലേ? പള്ളിയുടെ മിഹ്റാബ് കാണുമ്പോ ഞാൻ ചിന്തിക്കേണ്ട രംഗമല്ലേ അത്? ഞാൻ ഓർക്കേണ്ട സംഭവമല്ലേ അത്? മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് ഏത് സമയത്തും വിട പറയുമെന്ന ചിന്ത നമുക്ക് വേണോ? ഏത് സമയത്തും യാത്ര പറയുമെന്ന ബോധം നമുക്ക് വേണം. അല്ലാഹു ആ ബോധം നമുക്ക് എത്തിത്തരട്ടെ. അതാ പള്ളിയിൽ എന്നെ കൊണ്ടുവന്ന് വെച്ച് നമസ്കാരവും കഴിഞ്ഞ് എന്റെ കൂട്ടുകാരും ഉപ്പയും അതേ എന്റെ കൂട്ടുകാരും കൂടി എന്നെ കൊണ്ടുവന്ന് വെക്കില്ലേ നമ്മുടെ ഖബർസ്ഥാനിൽ? ആ സമയത്ത് എന്റെ കൂട്ടുകാര് ചുറ്റും നിൽക്കുന്നില്ലേ? ബന്ധുക്കളെ ചുറ്റും നിൽക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെന്നെ ഓർത്ത് കരയുന്നില്ലേ? ആരും പറയുന്നില്ലല്ലോ എന്റെ കൂട്ടുകാരനെ ഖബറിലേക്ക് ഇറക്കി വെക്കല്ലേ എന്നാരും പറയുന്നില്ലല്ലോ.
ഖബറിൽ നിങ്ങൾ ഇറക്കി വെക്കല്ലേ എന്നെന്റെ ഉപ്പ പറയുന്നില്ലയോ? കാരണം മരിച്ച എന്റെ ശരീരം 3 ദിവസം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ശല്യമാകുമെന്നവർക്കറിയാം. അതുകൊണ്ട് എന്റെ ഉപ്പ പറയുന്നില്ല, കൂട്ടുകാര് പറയുന്നില്ല, ബന്ധുക്കൾ പറയുന്നില്ല. 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ എന്നെ ഇറക്കി വെച്ച് നാളിതുവരെ സുന്ദരമായി സൂക്ഷിച്ച എന്റെ മുഖത്തിലേക്ക് അതാ നനഞ്ഞ മണ്ണ് ചേർത്ത് വെച്ചല്ലേ. ആ നനഞ്ഞ മണ്ണ് ചേർത്ത് വെച്ചതും പോരായി കൂടി നിന്ന ആളുകൾ മുഴുവൻ എന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരി എറിഞ്ഞില്ലേ. ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ അത്? ആ സമയത്തെന്നെ മറവാടിയിട്ട് തിരിച്ചു പോകുമ്പോ ഉപ്പമാരെ, ആ സമയത്ത് നമ്മുടെ ഖബറിലുള്ള രക്ഷ എന്താണെന്നറിയുമോ? സ്വാലിഹീങ്ങളായ നമ്മുടെ സന്താനങ്ങളായി. ആ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ പടച്ചവനെ, എന്റെ ഉപ്പ മരണപ്പെട്ടുപോയല്ലോ, എന്റെ ഉമ്മ മരണപ്പെട്ടുപോയല്ലോ. എത്രയോ രാത്രികളിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അതാ ഒരുപാട് കലങ്ങിയ കണ്ണുകളുമായി ഞാൻ നിലവിളിക്കുമ്പോ, നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ കരയുമ്പോ ഉറക്കം വന്നാലും ഉണർന്നിരുന്ന് എന്നെ പരിചരിച്ച എന്റെ ഉമ്മയാണല്ലോ. ചോരനീരാക്കി ഗൾഫിലെത്താനിച്ച എന്റെ ഉമ്മയാണല്ലോ. ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യട്ടെ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി പടച്ചറപ്പിനോടൊന്ന് പ്രാർത്ഥിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഇങ്ങനെ ഒരു മകൻ ചിന്തിക്കണമെങ്കിൽ ആ മകന് ധാർമ്മികമായ ബോധം വേണം. ആ മകൻ പടച്ചവനെ കുറിച്ചൊരു ചിന്ത വേണം. ആ ചിന്ത ഇട്ടുകൊടുക്കാൻ നല്ല നല്ല മജ്‌ലിസുകളിൽ, നല്ല നല്ല സ്ഥാപനങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി ചേർത്തണം. ഇവർക്ക് ഡോക്ടറാകാൻ അറിയാത്തത് കൊണ്ടല്ല, ഈ ഇരിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് എഞ്ചിനീയർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, മരിച്ചവരുടെ മാതാപിതാക്കൾ ചിന്തിച്ചത് നാളെ പാരത്രികമായ ലോകത്തിൽ അവരെ കൊണ്ട് രക്ഷ ലഭിക്കണമെന്നാൽ 63 കൊല്ലം ഏറി വന്നാൽ 100 വർഷം ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ഒരിക്കലും തീർന്നു പോകാത്ത ജീവിതം. ബുദ്ധിയുള്ളവൻ തിരഞ്ഞെടുക്കുന്നത് ഏതു ലോകമാണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി. ബുദ്ധിയുള്ളവൻ തിരഞ്ഞെടുക്കുന്നത് ഏത് ജീവിതമാണ്? ഇന്നസ്തമിച്ചു പോകുന്ന ഈ ജീവിതത്തിലെ സുഖത്തിന് വേണ്ടി ഒരിക്കലും തീർന്നു പോകാത്ത ഒരു ലോകത്തെ ജീവിതത്തിലെ സുഖം ബുദ്ധിയുള്ളവൻ തട്ടിക്കളയുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ള മനസ്സുണ്ടാകണം. എപ്പോഴും ചിന്തിക്കണം, ഈ ലോകം തീർന്നു പോകും, ആഖിറമാകുന്ന ലോകത്താണ് എനിക്ക് രക്ഷയുള്ളത്. അതുകൊണ്ട് ആഖിറത്തിനാണ് ഞാൻ പണിയെടുക്കേണ്ടത്. എന്റെ വിലപ്പെട്ട സമയങ്ങൾ ഹിയ ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ വെച്ച് നമ്മൾ പണിയെടുക്കണം ആഖിറത്തിന് വേണ്ടി. അതിനുവേണ്ടിയാണ് അല്ലാഹു എന്ന ഭൂമിയിൽപ്പെട്ട സമയങ്ങൾ ഞാൻ എവിടെയും കൊണ്ടുപോയി ചെലവാക്കാനുള്ളതല്ല. ടെലിവിഷന്റെ മുന്നിൽ ക്രിക്കറ്റ് താരങ്ങളുടെ പിന്നാലെ ചെലവാക്കാനുള്ളതല്ല എന്റെ വിലപ്പെട്ട സമയം, മറിച്ച് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളതാണ്. ഈ ചിന്ത നമുക്ക് എപ്പോഴും വേണം. ഒരാളെയും വൈബത്ത് പറയാതെ, ഒരാളെയും നമീമത്ത് പറയാതെ മരിക്കുമല്ലോ എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ വിശദം ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളോട് ഒരുമിച്ച് കൂടിയതും സംസാരിച്ചതും നമ്മുടെ നൃത്തവും വിരുത്തവും എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിക്ക് വേണ്ടി ആക്കമഴിഞ്ഞ് ഒരുപാട് സഹായ ഹസ്തങ്ങൾ നീട്ടിയവർ അല്ലാഹു